ഉള്ള രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു വന്നില്ല. വേറെ പ്രത്യേകിച്ച് ഒരു അജണ്ട വെച്ച ചർച്ചകളൊന്നും ഉണ്ടായില്ല. ഒന്നാമത് UDF-ന്റെ ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. UDF അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നല്ലോ. ഇപ്പോൾ നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ്. അതായത് ആരെങ്കിലും അവിടെകളൊക്കെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ്. അതല്ലാതെ അദ്ദേഹം ഇതുവഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിലും UDF കയറാറ്. അങ്ങനെ ഒരു വരവ് തന്നെയാണ് ഇന്ന് വന്നത്. വന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. അല്ലാതെ അജണ്ട വെച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിന് അടിസ്ഥാനമില്ലാതെന്ന് പറഞ്ഞു. അത്രയും പാല വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. പറഞ്ഞ് അത് ചർച്ച ചെയ്യാനോ വന്നതെന്നാണ് പുള്ളി തന്നെ പറഞ്ഞത്. അല്ല, അതിന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത അദ്ദേഹം നിഷേധിച്ചു. ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ട് കേവലം വാർത്തകളാണ്, അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു. ഔദ്യോഗിക ചർച്ചകളൊന്നും ഈ സമയത്ത് ഉണ്ടായിട്ടില്ല. താങ്കൾ കണ്ട് ഒന്നിന് ശേഷം വന്നൊരു വാർത്ത എന്ന് പറയുന്നത് പാലം വിട്ടുകൊടുക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം നിങ്ങളുടെ സൈഡിൽ അറിയിച്ചിട്ടുള്ളതാണ്. ഞാൻ കണ്ടു വാർത്ത, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതായത് വാർത്ത കാണാത്തതല്ല ഞാൻ കണ്ടത്. അതായത് നിലവിൽ അങ്ങനെ വാർത്ത വന്നപ്പോൾ അത് അദ്ദേഹം നിശ്ചയിച്ചെന്ന് ഞാൻ പറഞ്ഞത് ശരിയെന്ന് അതെന്നെ പറഞ്ഞു. മറ്റത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളും ഒക്കെ അഭ്യൂഹങ്ങളാണ് എന്ന് അദ്ദേഹം നിഷേധിച്ചു. മാത്രമല്ല, ഔദ്യോഗികമായിട്ട് ഈ സംബന്ധിച്ച് യാതൊരു ചർച്ച നടന്നിട്ടില്ല. നടക്കുമ്പോൾ എന്നോട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് ഇപ്പോൾ UDF-ലേക്ക് വരുന്നുള്ള ചർച്ച നടക്കുന്നു എന്ന ഒരു ആശങ്കയോട് കൂടിയാണ് അദ്ദേഹം അങ്ങനെ വന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി ഉറപ്പിക്കേണ്ടതല്ലേ? ചാനലിൽ വന്നല്ലോ. ഞാനും ചെയ്ത് വീണ്ടും അല്ല, ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ നയങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വിശാല അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതനുസരിച്ച് ഇപ്പോൾ UDF-നോട് യോജിക്കുന്ന പാർട്ടികളും വ്യക്തികളായിട്ട് വരുന്നുണ്ടല്ലോ, വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതീക്ഷ പറഞ്ഞില്ലേ ഇനിയും ആളുകൾ വരാനുണ്ട് എന്നൊക്കെ. അത് കോൺഗ്രസിൻ്റെ തലത്തിൽ പല ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ അവരെ സമ്മതമില്ലാതെ അവരോടൊരു ചർച്ച നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പം നടത്തുന്നില്ല. ഞങ്ങളെ കൊണ്ട് നയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ. അത് ഒന്നാമത് വാർത്താ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് ഒത്തിരി നേരത്തെയാണ്. ഔദ്യോഗികമായിട്ട് UDF-ന്റെ ചർച്ച നടക്കുമ്പോൾ ആരൊക്കെ വരും, എന്തൊക്കെ വരും, വരൂലെ, ആ കാര്യങ്ങളൊക്കെ അപ്പം അറിയാം. UDF-ലേക്ക് കൂടുതൽ കക്ഷികൾ വരുന്നൊരു ട്രെൻഡ് ഉണ്ട്. അത് സ്വാഭാവികം. കാരണം ഇലക്ഷൻ ഇപ്പോൾ നടന്ന 2 ഇലക്ഷനിൽ പാർലമെൻറ്റിലായാലും നമ്മുടെ പഞ്ചായത്തിലായാലും UDF-ന് ഒരു അപ്പർ ഹാൻഡ്. സ്വാഭാവികമായി UDF ആണ് നെക്സ്റ്റ് എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. അപ്പോൾ പല വിഷയങ്ങളും വെച്ച് പിന്നെ പല രാഷ്ട്രീയ പാർട്ടികളും UDF-നോടുള്ള നിലപാടിൽ മാറ്റം വരുത്തുന്നത്. ഇനി ജോസ് കെ മാണി തന്നെ പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എന്ന് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് എന്നാണ് ജോസ് കെ മാണി തന്നെ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലോ, ഇത് രണ്ട് പുറത്തും പറയേണ്ടതാണല്ലോ. ഈ അന്തസമ്മതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ ഉദാഹരണം പറയുന്നത് UDF-ൽ അങ്ങനെ ഒരു ചർച്ച ഒരു തരത്തിലൊരു മുന്നണി കൊണ്ടുവരുന്ന മറ്റൊരു പാർട്ടിയെ കൊണ്ടുവരുന്ന ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. കാരണം ആശയപരമായി യോജിക്കുന്നവരൊക്കെ ചർച്ച ചെയ്യാനും ആശയപരമായി യോജിക്കുന്നവരോട് സഹകരിക്കാനും കഴിഞ്ഞ തീരുമാനം UDF എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അപ്പോൾ പിന്നെ ഈ ഒരു പ്രത്യേകമായ അജണ്ട വെച്ചൊരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു മുന്നണിയിലെ പാർട്ടികളെ ഉണ്ടായിരുന്നില്ല. കേരള കോൺഗ്രസിനെ മുന്നിൽ കൊണ്ടുവരുന്നതിന് UDF ആരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെയൊക്കെ ഔദ്യോഗികമായിട്ട് അങ്ങനെ യാതൊരു തീരുമാനം. സംസാരം നടക്കുന്നുണ്ടോ? അതിൻ്റെ രണ്ടാമത് പാർട്ടിയുടെ നേതാക്കന്മാർ കാണുമ്പോൾ രാഷ്ട്രീയ ചർച്ച ചെയ്യുന്നു. അത്തരം സംസാരങ്ങൾ തുടരും കഴിഞ്ഞ ദിവസങ്ങളെ പോലെ. പിന്നെ മനുഷ്യനുണ്ടാണ്ടിരിക്കുമോ? അതെന്ത് ചോദ്യം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.